ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ റെസിപ്പി മത്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല പഞ്ഞിലൊക്കെ ഉള്ള നല്ല വലിയ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തപ്പ് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. പറ്റിച്ച് കാണിക്കുക, തപ്പ് വെക്കുക എന്നൊക്കെ ഓരോ ഭാഗത്തൊക്കെ ഓരോന്നൊക്കെയാണ് പറയുക. ഞങ്ങളുടെ നാട്ടിൽ പറയൽ തപ്പ് വെക്കുക എന്നാണ്. നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയണമെന്നുള്ളത് അറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 4 പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 3 തക്കാളി, ചെറിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല നെയ്യുള്ള മത്തി കേട്ടോ. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ എല്ലായിടത്തും മത്തിയൊക്കെ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ അതേമാതിരിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മാർക്കറ്റിൽ പോയാൽ നമുക്ക് കിട്ടുന്നത് അധികം മത്തി തന്നെ ആവും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. കുറക്കും ചെയ്യുക, കൂട്ടും ചെയ്യുക കേട്ടോ. അതേമാതിരി തന്നെ പുളി എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഞെരടിയെടുക്കട്ടെ കേട്ടോ. പച്ചമുളകും തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഞെരടിയെടുക്കുക. പിന്നെ ഞാൻ ഒഴിക്കുന്നത് വാളംപുളിയുടെ വെള്ളം കേട്ടോ. കൂടുതലൊന്നും ഒഴിക്കണില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കൈ വെച്ച് തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കും. ഇനി നമുക്കതിലേക്ക് മത്തി ഇട്ട് കൊടുത്തിട്ട് മത്തി നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ. മസാലയെ നല്ല പോലെ ഒന്ന് പുരട്ടിയെടുക്കുക. കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയത്, കൈ വെച്ചത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. പുളിയുടെ വെള്ളം മാത്രം. പിന്നെ അതിലേക്ക് ഞാനിതിൻ്റെ പഞ്ഞലും കൂടി അതിൻ്റെ മേലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞളൊക്കെ നമുക്ക് വറുക്കാൻ ഇഷ്ടമുള്ളവർക്ക് വറുത്തെടുക്കുക. ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ നല്ല രുചിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്, നല്ല മസാല ഒക്കെ പിടിക്കും, നല്ല രുചിയാണ്. ഇതേപോലെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും വേണം കേട്ടോ. പിന്നെ ഞാനൊരു 3 സ്പൂൺ വെള്ളം മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് തണ്ട് കറിവേപ്പില അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക കേട്ടോ. 2 തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് പറ്റിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ഇല്ലല്ലോ, അപ്പോൾ വേഗം പറ്റിയെടുക്കും. അപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും.